വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വീണ്ടും ഒരു ട്രിപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരു പ്ലാനിങ്ങും ഇല്ല. അതിൻ്റെ അടുത്ത് ഞാനും ഏട്ടനും മാത്രമല്ല, മോളും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് എങ്ങോട്ടാണ് എന്നുള്ള ഒരു പ്ലാനിങ്ങും ഇല്ല. ഉച്ച കഴിഞ്ഞപ്പോ ഞങ്ങൾ അങ്ങ് ഇറങ്ങി, അല്ലേ ഏട്ടാ? ഇനി എങ്ങോട്ടേക്കൊന്നും പോണെന്ന് ഒരു ഐഡിയ ഇല്ല. നാളെ എന്തായാലും കോട്ടയത്ത് ഏട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകണം, അത് മാത്രം അറിയാം. അപ്പം ഇന്ന് ഞങ്ങളിപ്പോ എന്തായാലും ചങ്ങനാശ്ശേരി എത്തിയിട്ടുണ്ട്. അയ്യോ, ചങ്ങനാശ്ശേരിയിലാണ് കേട്ടോ, കോട്ടയല്ലേ, ചങ്ങനാശ്ശേരി തന്നെയാണ്. അപ്പൊ ഫ്രണ്ടിന്റെ വീട് കറക്റ്റ് എവിടെയെന്ന് അറിയില്ല, ചങ്ങനാശ്ശേരി എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ എന്തായാലും ചങ്ങനാശ്ശേരി ടൗണിൽ വന്നിട്ട് അപ്പൊ ഞങ്ങൾ ഹോട്ടലൊന്നും ബുക്ക് ചെയ്യാതെയാണ് കേട്ടോ വന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ടൗണിൽ വന്നപ്പോ ഹോട്ടൽ വാണി എന്നിങ്ങനെ കണ്ടു. വാണി എന്നല്ലേ ഹോട്ടലിന്റെ പേര്. അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങളിതേ എക്സ്ട്രാ ബെഡ് ഇല്ല കേട്ടോ, എക്സ്ട്രാ ബെഡ് നമ്മൾ എടുത്തില്ല. അപ്പൊ കുഴപ്പമില്ല, 2500 ആണ് കേട്ടോ. അപ്പൊ ഞങ്ങള് നേരത്തെ ബുക്ക് ചെയ്യാതെയൊക്കെ വന്നതല്ലേ. അപ്പൊ ഞങ്ങളിതേ റൂമിലേക്ക് വന്നതേ ഇരുന്നതേ ഉള്ളു. ഒരു ഐസ്ക്രീം ഒക്കെ ജസ്റ്റ് ബുക്ക് ചെയ്ത് ഓർഡർ ചെയ്തിട്ട് അത് വരട്ടെ. അമ്മയുടെ ചിരി എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് ഒരു ലക്ഷ്യച്ചിരി കേൾക്കുന്നവരെല്ലാം കൂടി, പ്രത്യേകിച്ച് രാത്രി കാലത്ത്. ബാക്കി വിശേഷങ്ങളിലേക്ക് നമ്മൾ ഇനി റൂം ടൂർ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കാട്ടോ. ഒരു ചെറിയ ആ റൂമിന്റെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. പക്ഷെ കോഫിയുടെ പൊടി ഒന്ന്, ചായയുടെ പൊടി ഒരെണ്ണം. കോഫി എനിക്ക് മയക്കും ഇതാ എനിക്കൊരു ടീ. ഇങ്ങനെയാട്ടോ റൂമിലേക്ക് കയറി വരുമ്പോഴുള്ള കാഴ്ച. നേരെ കാണുന്നത് വാഷ്റൂം ആണ് കേട്ടോ. സോ വാഷ്റൂമിൽ ഒരു ഫോണൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സോപ്പ്, എന്താ പറയുക, പേസ്റ്റ്, ടവല്, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഡോറിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ 3 ഷെൽഫ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഷാരോന്റെ ഓൾറെഡി അവരുടെ ബാഗ് ഇവിടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കാനായിട്ട്. 2 ചെയർ ഉണ്ട്, ഒരു ചെറിയ ടേബിൾ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് രാവിലത്തേക്ക് ചായയോ കാപ്പിയോ ഒക്കെ ഇടണമെങ്കിൽ കെറ്റിലുണ്ട്. അതുപോലെ കോഫി, ടീ ബാഗ്, ഗ്ലാസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിന് താഴെയായിട്ട് ചെറിയൊരു ഫ്രിഡ്ജ് ഉണ്ട്. പക്ഷെ ഫ്രിഡ്ജിനകത്ത് അവര് ഒരു സാധനം വെച്ചിട്ടില്ല. ചെറിയ ബാൽക്കണി. അയ്യോ, ബാൽക്കണി ഞാൻ തുറന്നില്ലായിരുന്നു. ഏട്ടൻ്റെ കിടക്കുവാണ് കേട്ടോ. ഏട്ടൻ ഉറക്കം വന്ന കാരണം ഏട്ടൻ നേരത്തെ കിടന്നു. കള്ളുറക്കമാണ്, ഉറങ്ങിയില്ല. ഏട്ടാ ഹായ് ഹായ് പറ. അപ്പതേ ഡോറ് തുറന്നേ, നോക്കട്ടെ. വല്ല വ്യൂ ഒന്നും ഇല്ല, കാരണം ചങ്ങനാശ്ശേരി പ്രോപ്പർ ടൗൺ ആണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ഷാരോൺ. ഗുഡ് മോർണിംഗ്. കള്ള ഉറക്കം ഷാരോണേ. 7:45 ഇതുവരെ എണീറ്റില്ല. ഷാരോൺ എണീറ്റില്ല, നമ്മളൊക്കെ എണീറ്റ്. രാത്രി ഞങ്ങളൊരു 3 മിൽക്ക് ഷേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം രാവിലെ കോളേജ് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ചായ ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ. ആരും എടുത്തില്ല, കോൾ എടുത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇവിടെ ഇങ്ങനെ ടീ ഒക്കെ ഇടാൻ പോവുകയാണ്. അച്ഛനും മോളും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഈ ഒരു ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഏട്ടൻ രാവിലെ പോയി പുറത്ത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ്. ഏട്ടൻ എന്താണ് ഏട്ടാ വാങ്ങിച്ചത്? ഏട്ടൻ മസാല റോസ്റ്റ് അല്ല, മസാല ദോശയും മേടിച്ചു. ശരവണ റെസ്റ്റോറന്റിൽ പോയിട്ട് ഏട്ടൻ മസാല ദോശയും മേടിച്ചു. ഷാരോണിന് നെയ് റോസ്റ്റ് ആണ്. കൊള്ളാമോ കേട്ടോ? എനിക്ക് നെയ് റോസ്റ്റ് എനിക്ക് വേണ്ടായിരുന്നു. ഇല്ല, എനിക്ക് ആ വട ഇങ്ങ് തരോ? എനിക്ക് വട മാത്രം മതി. കൊച്ചിന്റെ വട എനിക്ക് അത് മാത്രം മതി. അച്ഛൻ രാവിലെ ഡിലീഷ്യസ് കോഫി ഉണ്ടാക്കി, എന്താണ് വാട്ടവെള്ളം കണക്ക് വലിയ കപ്പ് നിറച്ചുണ്ടാക്കി. ഇത്രയും വെള്ളം എടുക്കണ്ടായിരുന്നു, കുറച്ച് വെള്ളം എടുത്താൽ മതിയായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് പറയാനായിട്ട് ഇരുന്നത്, പക്ഷെ ഞാൻ മറന്നുപോയി. പണ്ടത്തെ ഭയങ്കര ഷെഫായിരുന്നു, ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചതാണ്. പക്ഷെ ഒന്നും ഉണ്ടാക്കാറും കൂടാ. ചുമ്മാ പാവം എന്റെ ഏട്ടാ സാമ്പാർ ഉണ്ടാക്കും, ചിക്കൻ കറി ഉണ്ടാക്കും. പിന്നെ എന്തിനാ ഉണ്ടാക്കും ഏട്ടാ? എന്തിനാണ് ഉണ്ടാക്കുന്നേ?
അറബിക് ഫുഡ് ചുമ്മാ തള്ളാണ് തള്ളേ. മോളെ കൂടെ നീ സിനിമ ആണ് കേട്ടോ, വെള്ളിമൂങ്ങ സിനിമ കണ്ടോണ്ടിരിക്കണം. ഈ സിനിമ ഇതല്ലേ, ഇത് ഏത് സിനിമ? വെള്ളിമൂങ്ങ സിനിമ ക്ലൈമാക്സ് എത്തി. അപ്പൊ അത് കണ്ടു തീർന്നിട്ട് അച്ഛനും മോളും വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. 10 മണിയായില്ലേ, 11 മണിക്കാണ് അവരെ വീട്ടിലെത്താന്ന് പറഞ്ഞത്. 1 മണിക്കൂർ യാത്രയുണ്ട്. എവിടോട്ടാണെന്ന് അറിയത്തില്ല, എവിടോട്ടാണെന്ന് അറിയാൻ മാപ്പ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നോക്കി ഇങ്ങ് പോയാൽ മതി. 1 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ഇവിടുന്ന്. നോക്കിയാണ് ഞങ്ങൾ അങ്ങനെ തെങ്ങളെ എത്തിയല്ലേ. ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വേണം പോവാനായിട്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട്. സാധാരണ അങ്ങനെ ഞങ്ങൾ മാപ്പ് ഇട്ട് പോകാറില്ല. ഞങ്ങൾ എപ്പോഴും പച്ചബോർഡ് നോക്കി പോകും, അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു പോകും. ഇതിപ്പോൾ ഒരാളുടെ വീടല്ലേ, അപ്പോൾ കറക്റ്റ് അവർ തന്ന മാപ്പ് നോക്കി പോയാലേ ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോവുകയാണ്. ഷാരോടെ ഒന്ന് ഉഷാറാവിടെ. ഷാരോട് ഇങ്ങനെ ഡള്ളായിട്ട്, ഷാരോട് ഇങ്ങനെ അവിടെ ടി വി കണ്ട് അങ്ങനെ കിടന്നാൽ മതി. അതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. പള്ളിപ്പെരുന്നാള് ഇവിടെയാണ് പെരുന്നാൾ. അങ്ങാടി പുതുപ്പള്ളി പള്ളിയിലെട്ടോ പെരുന്നാൾ നടക്കും. ആളും പോളൊന്നും കാണുന്നില്ല. വലിയ പള്ളിയാണല്ലേ. ഈ ഭാഗത്ത് നമ്മൾ വന്നിട്ടില്ല അല്ലേ. തിരക്കും കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയുടെ ഇടയിൽ ഒരു കുഞ്ഞു പ്രാവ് കയറിയിട്ട് അപ്പൊ അത് എടുക്കാൻ വേണ്ടി ഞങ്ങൾ മാത്രം കഥയെ പിടിച്ചു. കുഞ്ഞു പ്രാവായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് പോലീസും പിന്നെ കുറച്ച് പിള്ളേരന്മാരും ഉണ്ടായിരുന്നു. സോ അവര് വന്ന് എല്ലാ വണ്ടികളും പോയി, ഞങ്ങളുടെ വണ്ടി മാത്രം സൈഡിൽ ഒതുക്കിയിട്ട്. കാരണം ഞങ്ങളുടെ വണ്ടിയുടെ ടയറിന്റെ ഇടയ്ക്കാണ് കേട്ടോ അത് കെയർ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ പിന്നെ അവരെല്ലാരും കൂടെ വന്ന് അതിനെങ്ങനെയൊക്കെ കമ്പൊക്കെ വെച്ച് കുത്തിയില്ല, അതൊക്കെ തട്ടി അതിനെ എടുത്തിട്ട് നമ്മൾ പോയി പുറപ്പെട്ടു. ഇവിടെ പുതുപ്പള്ളി പെരുന്നാൾ ഇങ്ങനെ നടക്കുന്നത് കാരണം ഇവിടെ ഫുള്ള് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിലും വൈകുന്നേരം വന്നാൽ ബ്ലോക്ക് ആയേനായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. വൈകുന്നേരം വന്നെങ്കിൽ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കാണാമായിരുന്നു. പക്ഷെ നമ്മൾ പള്ളി കടന്നു. അങ്ങനെ പോയി ഞങ്ങൾ ഏട്ടന്റെ ഫ്രണ്ടിന്റെ വീട്ടിലെത്തി. 11 മണി എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ എത്തിയപ്പോൾ 12 മണി ആയിട്ടോ. അപ്പൊ അവിടെ 2 കുട്ടിപ്പട്ടാളങ്ങളുണ്ട്. ഒന്ന് ഏട്ടന്റെ ഫ്രണ്ടിന്റെ മകളും, അതുപോലെ തന്നെ ഒന്ന് ഏട്ടന്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററിന്റെ മകളുമാണ്. അപ്പൊ സിസ്റ്ററാണ് നിൽക്കുന്നത്. അപ്പം 2 കുഞ്ഞുങ്ങൾ ഏകദേശം ഒരേ പ്രായത്തിലുള്ള 2 കൊച്ചുങ്ങളാണ് കേട്ടോ. ഇത് ആ ചേട്ടന്റെ അപ്പനും അമ്മച്ചിയും അതുപോലെ തന്നെ അമ്മച്ചിയുടെ അനിയത്തിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരും നമുക്ക് വേണ്ടി ഫുഡൊക്കെ തയ്യാറാക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് തന്നെയാണ് ഞങ്ങൾ ചെന്നതും. എന്തൊക്കെ പറഞ്ഞാലും അവിടെ ചെന്ന് കയറി തിരിച്ചിറങ്ങുന്നത് വരെ സമയം പോയത് ഞങ്ങൾ രണ്ടുപേരല്ല, ഞങ്ങൾ 3 പേരും അറിഞ്ഞതേ ഇല്ല കേട്ടോ. ഷാരോണും പിള്ളേരുടെ കൂടെ ഇങ്ങനെ കളിച്ചിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളുടെ കുസൃതിയും കുർത്തക്കേടും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഇതിൽ പിങ്ക് കളർ ഡ്രസ് ഇട്ടിരിക്കുന്ന ആളാണ് ഏട്ടന്റെ ഫ്രണ്ടിന്റെ മകള് കേട്ടോ. അപ്പൊ മേരിക്കുട്ടി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. മറ്റേത് സിസ്റ്ററിന്റെ മകളാണ്, പൊന്നൂസ് എന്നാണ് കേട്ടോ വിളിക്കുന്നത്. 2 പേരുടെയും യഥാർത്ഥ പേരൊക്കെ പറഞ്ഞു, പക്ഷേ ഞങ്ങൾ മറന്നുപോയി കേട്ടോ. കോട്ടയം ഭാഗത്തുള്ള ഏട്ടന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഫുഡിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അത്രയ്ക്കും അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു പരുവായിട്ടോ. കാരണം ഞങ്ങൾ 3 പേര് വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. എന്നിട്ട് അനങ്ങാൻ വയ്യാതെ ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാന്നും പറഞ്ഞു വീടിന്റെ മുൻവശത്ത് സിറ്റൗട്ടിൽ വന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ പിള്ളേരൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുവാണ്. അതുകൊണ്ട് തന്നെ ഒരു ബോറടി ഇല്ല കേട്ടോ. സമയം പോകുന്നതേ അറിയുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം സിറ്റൗട്ടിൽ ഇരുന്നു കേട്ടോ. അപ്പി നോക്കിയതൊക്കെയാണ്. അവിടെ ഇരുന്നോ. അയ്യോ തരൂല, തരില്ല. ശരണ പിടിച്ച് കൊടുക്കോ, അടിക്കേരോ. വരുന്നുണ്ടേ. ആരാ കുഞ്ഞിനെ അടിച്ചത്? കുഞ്ഞിനെ അടിച്ചതാരാ? ഏട്ടാണോ? ആരാ കുഞ്ഞിനെ
പൊന്നിന് വേണ്ടതാ. ചക്ക ഞാൻ കൊടുത്തായിരുന്നു, ഒരു ചെറിയ പീസ്. ശാരിയുടെ ഫോൺ ചെയ്തിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നുണ്ട്. അയ്യോ ഇതാ അത് കൊച്ചിന് ഹോബി. അതിന് മധുരം ഉണ്ടോ? ഇപ്പൊ ചക്കപ്പഴം നിന്നിട്ട് കട്ടങ്ങാപ്പ് കുടിക്കുന്ന മധുരം വെച്ചപ്പോ അതിന്റെ ഇടയ്ക്ക് വിടും. ഈ കേക്ക് കഴിക്കണേ. അവര് കണ്ടില്ലല്ലോ അവിടുത്തെ. പേരില്ലേ? പേര് പേര് പേരെനിക്ക് വിളിച്ചേ. ഒരു ഫോണിന് വേണ്ടിയിട്ടുള്ള അടിയാണ് ഇവിടെ. എന്റെ ഫോൺ കിട്ടിയില്ലേ കൊച്ചിന്? അച്ഛോ പിണങ്ങിയിട്ടാ, മുഖമൊക്കെ പിണങ്ങിയിട്ടാ, മുഖമൊക്കെ വാടി. ഇത് എന്റെ ആരെ വിളിക്കുവാ? ആരെ വിളിക്കും? ഞെക്കണോന്ന് അറിയാലോ. പിണങ്ങി വീണ്ടും. അവിടെ ഒരാൾ പോയി പിണങ്ങിയിപ്പോ. പോയത് കാരണം അറിയാം. ആ ഒരാളിത് ഒറ്റ കളി ചെരുപ്പ കിട്ടത് ഇറങ്ങി. നമ്മളെവിടെ പോണ്? നമ്മളെവിടെ പോണ്? നമ്മൾ പോണേ ടാറ്റാ. ഇവിടെ ഒരാളിത് എവിടെ പോണ? നമ്മളെവിടെ പോണ്? നമ്മളെ ഇടത്തോട്ടല്ലേ? നമ്മളോട് വരുന്നാ? നമ്മളെ കൂടെ വരുന്നാ? നമ്മളോട് വരുന്നാ? അങ്ങനെ ഞങ്ങൾ റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം വൈകുന്നേരം ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഒരു 4 മണിയോട് കൂടി അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പം അന്നത്തെ ദിവസം തന്നെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം സംസാരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ എന്തോ മൈക്ക് വർക്ക് ആയില്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്ന വോയിസ് ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തത്. ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതൊക്കെ ഞാൻ ആ സമയത്ത് മൈക്ക് വെച്ച് ഇങ്ങനെ തട്ടി വിടുവാണ്. ഇതിന്റെ കൂട്ടത്തിൽ ഷാറോൺ എന്തൊക്കെയോ കമന്ററി ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ മൈക്ക് വർക്ക് ചെയ്യാത്ത കാരണം നിങ്ങൾക്ക് അതൊന്നും കേൾക്കാൻ പറ്റത്തില്ല. എന്തോ ഏട്ടനും പറഞ്ഞിരുന്നു എന്തൊക്കെയോ, പക്ഷെ എന്തൊക്കെയാണ് ആ സമയത്ത് പറഞ്ഞതെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. വീട്ടിൽ വന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് മൈക്ക് വർക്കിംഗ് അല്ലായിരുന്നു. അങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.